അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. കൈഫൽ ഹാൽ? സൈൻ? അൽഹംദുലില്ലാ. കൂട്ടുകാരെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖുഫാഷും ബബ്ഗാവും തമ്മിലുള്ളൊരു സംഭാഷണമാണ് പഠിച്ചത്. അതുകൂടാതെ കാണാൻ ഭംഗിയുള്ള ബബ്ഗാഇൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ അവരുടെ രണ്ടുപേരും സംസാരം കഴിഞ്ഞപ്പോൾ ബബ്ഗാ തന്നെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. അടുത്ത പേജിൽ പരിചയപ്പെടുത്തുകയാണ്. അവിടെ നമ്മൾ എഴുതണം. ഓക്കെ, പേജ് നമ്പർ 66 എടുത്ത് അതിൽ ശ്രദ്ധിക്കുക. കാലൽ ബബ്ഗാ, തത്തമ്മ പറഞ്ഞു. അന, ഞാൻ. ആരാണ് അന? ബബ്ഗാവ്, ഞാൻ തത്തമ്മയാണ്. അനാ ത്വാഇറുൻ ജമീൽ. പിന്നെന്താ പറഞ്ഞിട്ടുണ്ടാവുക? അനാ ത്വാഇറുൻ ജമീലു, ഞാൻ ഭംഗിയുള്ള ഒരു പക്ഷിയാണ്. പിന്നെ സൗത്തി ജസാബ്, എൻ്റെ ശബ്ദം അട്രാക്റ്റീവാണ്, അല്ലേ, ആകർഷണീയമായ ശബ്ദമാണ് എനിക്കുള്ളത്. ലൗനി അഹ്ലർ, എൻ്റെ നിറം, തത്തമ്മയുടെ നിറം പച്ച നിറമാണ്. ലീ മിൻകാറുൻ അഹ്മർ, എനിക്ക് ചുവന്ന ഒരു ചുണ്ട്, അല്ലേ, കൊക്കുണ്ട്. വരീഷുൻ ജമീൽ, സുന്ദരമായ ഒരു തൂവലുണ്ട്. അനാജുമൽ, ഞാനൊരു ഭംഗിയുള്ള പക്ഷിയാണ് എന്ന് തത്തമ്മ പറഞ്ഞു. അപ്പോൾ അത് പേജ് നമ്പർ 66 നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അതിൻ്റെ താഴെ ബോക്സിൽ 4 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആരൊക്കെയുണ്ട്? ബബ്ഗാ ഉണ്ട്, ഖുഫാഷ് ഉണ്ട്, പിന്നെ ആരാ ഉള്ളത്? ഉസ്ഫൂർ, അല്ലേ, കുരുവി. അത് കഴിഞ്ഞ് ത്വാവൂസ്, മയിലുണ്ട്. അത് വായിച്ച് കുല്ലുനാ ജസാബുൻ, നമ്മളെല്ലാവരും സുന്ദരന്മാരാണ്, ആകർഷണീയമുള്ളവരാണ്. എല്ലാവരും, കറുത്തവനോ വെളുത്തവനോ ഒന്നോ ഇല്ല, എല്ലാവർക്കും നല്ല ഭംഗിയുണ്ട്. ആരൊക്കെയാണ് ജസാബ് എന്ന് പറഞ്ഞ്? അൽ ഖുഫാഷു ജസാബ്, വവ്വാല് ആകർഷണീയമുള്ളതാണ്. അൽ ബബ്ഗാ ജസാബ്, തത്തമ്മയും ആകർഷണീയമുള്ളതാണ്. അൽ ഉസ്ഫൂറു ജസാബ്, കുരുവിയും ആകർഷണീയമുള്ളതാണ്. അത്വാവൂസു ജസാബ്, മയിലും ആകർഷണീയമുള്ളവരാണ്. അത് നിങ്ങൾ വായിച്ചു നോക്കണം. അടുത്ത പേജിൽ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച കുറച്ച് പിക്ചേഴ്സാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ഫസ്റ്റ് പിക്ചർ ബിത്വീഹ്, പിന്നെ സെക്കൻഡ് പിക്ചർ സിഞ്ചാബ്, അടുത്തത് മൽഅബ്, ഗ്രൗണ്ട്, മൽഅബ് പ്ലേ ഗ്രൗണ്ട്. അത് കഴിഞ്ഞ് റുമ്മാൻ, ബുസ്താൻ, തുഫാഹ്, പിന്നെ അത് കഴിഞ്ഞ് തുഫാഹ് കഴിഞ്ഞ് തത്തമ്മയുടെ ചുണ്ടിന് മിൻകാർ, പിന്നെ സുഅബാൻ. ഓക്കെ, ഈ പിക്ചറിന് മുമ്പിലൊക്കെ ഒരു അലിഫ് ലാം കൊടുത്തിട്ടുണ്ട്, അല്ലേ, അലിഫും ലാമും. അപ്പം നിങ്ങൾ അതിൻ്റെ മുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കുക. അസിഞ്ചാബു ജമീൽ, അസിഞ്ചാബു ജമീൽ, എന്താ അർത്ഥം? അണ്ണാൻ ഭംഗിയുള്ളതാണ്. അലിഫ്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ. അൽ സിഞ്ചാബ് എന്നല്ല പറഞ്ഞ, അലിഫ്ലാം ചേർത്തപ്പോൾ അസിഞ്ചാബ് ജമീലുൻ. അത് കഴിഞ്ഞ് അതേപോലെ എന്ത് ചെയ്യണം? ഓരോ പിക്ചേഴ്സിൻ്റെ മുമ്പിലും അൽ ചേർത്ത് നിങ്ങൾ അതിൻ്റെ അറബി പദം അവിടെ എഴുതണം. ബിത്തീഹിനെ ചേർത്ത് മുകളിൽ ചേർത്ത് നോക്കിയേ. ബിത്തീഹ്, അൽ ബിത്തീഹു ജമീൽ. കേട്ടോ, നിങ്ങൾക്ക് ജമീൽ വച്ച് തന്നെ എഴുതാം, അല്ലെങ്കിൽ വേറെ പദങ്ങൾ ഉപയോഗിക്കാം. അൽ ബിത്തീഹു അഹ്മർ, അല്ല, ചുവന്നതാണെന്ന് എഴുതാം. അൽ ബിത്തീഹു ജമീൽ. അടുത്ത് മൽഅബ്, അൽ മൽഅബ്, അൽ മൽഅബു ജമീൽ. റുമ്മാൻ്റെ മുമ്പിൽ അൽ ചേർക്കുമ്പോൾ അർ റുമ്മാൻ, അവിടെ വ്യത്യാസമുണ്ട്. അൽ റുമ്മാനല്ല, അർ റുമ്മാനു ജമീൽ. അത് കഴിഞ്ഞ് ബുസ്താൻ, അൽ ബുസ്താനു ജമീൽ. തുഫാഹിൻ്റെ അൽ തുഫാഹ് അല്ല, അത്തുഫാഹ് എഴുതുമ്പോൾ അലിഫ് ലാമ് എഴുതും, വായിക്കുമ്പോൾ ലാമ് വായിക്കില്ല. ചില അക്ഷരങ്ങൾ അലിഫ് ലാമ് ചേർത്ത് എഴുതുമ്പോൾ ലാമ് വായിക്കില്ല. അത് കഴിഞ്ഞ് മിൻകാറിൻ്റെ അൽ മിൻകാർ.
സോബാൻ, അസ്സുബാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, അസ്സുബാൻ. അവിടെ ശബ്ദം വരും. സിഞ്ചാബ് എഴുതി നോക്കിയേ, അൽ സിഞ്ചാബ് അല്ല, അസ്സിഞ്ചാബു ജമീൽ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞു നോക്കാം. അൽ ബിത്തീഖ് ജമീൽ, അസ്സിഞ്ചാബു ജമീൽ, അൽ മൈദാനു ജമീൽ. അടുത്ത റുമാൻ, അർ റുമാനു ജമീൽ, അൽ ബുസ്താനു ജമീൽ, അത്തുഫാഹു ജമീൽ, അൽ മിൻഖാറു ജമീൽ, അസ്സുബാനു ജമീൽ. അപ്പോൾ അത് അലിഫ്ലാം ചേർത്ത് മുകളിൽ വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.